ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂമാറ്റ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE ചാപ്റ്റർ 2 പോളിനോമിയൽസ് ആണ്. സോ ആദ്യം നമുക്ക് ഡെഫിനേഷൻ നോക്കാം. എന്താണ് ഒരു പോളിനോമിയൽ? എ പോളിനോമിയൽ ഇൻ എ വേരിയബിൾ x ഈസ് ആൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഇൻ x ഓഫ് ദ ഫോം p of x equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a2 x square plus a1 x plus a0, where a0, a1, a2 etc an are constants and an not equal to 0. So നമ്മൾ പറയുന്നത് എക്സ് എന്ന വേരിയബിളിൻ്റെ പോളിനോമിയൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോമിൽ an x raised to n plus an minus 1 x raised to n minus 1 അങ്ങനെ ഈ ഒരു പറഞ്ഞൊരു ഫോമിൽ വരുന്ന ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷനെയാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതിൽ a0, a1, a2 ആ ടേംസ് എല്ലാം കോൺസ്റ്റൻസ് ആയിരിക്കും, ന്യൂമറിക് വാല്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൽ an 0 ആവാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നത്. എങ്ങനെയാണ് ഒരു പോളിനോമിയൽ സിംബിൾസ് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആൾജിബ്രൈക് എക്സ്പ്രഷൻ വരുന്നത്, 8x³ മൈനസ് 3x പ്ലസ് 6. വേറൊരെണ്ണം ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 16x³ മൈനസ് 6x². ആർ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 5. സോ ഇങ്ങനെയാണ് ഒരു പോളിനോമിയൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു പി ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ ഒരു എസ് ഓഫ് എക്സ് ഈക്വൽ ടു അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് എന്താണ് ഒരു പോളിനോമിയലിൻ്റെ ടേംസ് ആൻഡ് നമ്പർ ഓഫ് ടേംസ് എന്താണെന്ന് നോക്കാം. ഇൻ എ പോളിനോമിയൽ, ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻ ബിറ്റ്വീൻ ദ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആർ നോൺ ആസ് ടേംസ്. അപ്പോൾ ഒരു പോളിനോമിയൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 8x³ മൈനസ് 3x പ്ലസ് 6. ഇതിൽ മൈനസിൻ്റെയും പ്ലസിൻ്റെയും ഇടയിലായിട്ട് വരുന്ന 8x³ 3x 6. അപ്പോൾ അതൊക്കെയാണ് ആ പോളിനോമിയലിൻ്റെ ടേംസ് എന്ന് പറയുന്നത്. ദ പോളിനോമിയൽ x² പ്ലസ് 2x ഹാവ് 2 ടേംസ്, x² ആൻഡ് 2x. A polynomial can have any finite number of terms. Finite number of terms ഒരു പോളിനോമിയൽ ഉണ്ടാവുക. സോ അത് എത്ര വേണമെങ്കിലും ആവാം, ഫൈനൈറ്റ് ആയിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ പോളിനോമിയൽ വേരിയബിൾ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോളിനോമിയലിലും എക്സ് ആയിരുന്നു അതിൻ്റെ വേരിയബിള്. അപ്പോൾ ഓരോ ടേമിലും നമ്മൾ എക്സിൻ്റെ പല പല ടേംസാണ് നമ്മൾ ഈ പോളിനോമിയലിൻ്റെ ടേംസിൽ കണ്ടത്. അപ്പോൾ അതിൽ എക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണോ ആ പവർ വാല്യൂ ആണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് പോളിനോമിയൽ 9x raised to 6 minus 7x² plus 10x is 6. And degree of polynomial x² plus 3x minus 7 is 2. അത് സിമ്പിൾ ആണല്ലോ. അതായത് ഇപ്പോൾ ഈ 9x raised to 6 മൈനസ് 7x² പ്ലസ് 10x നോക്കുവാണെങ്കിൽ 10xൽ എക്സിൻ്റെ പവർ 1 ആണ്. മൈനസ് 7x² എന്ന ടൈമിൽ എക്സിൻ്റെ പവർ 2 ആണ്. 9x raised to 6ൽ എക്സിൻ്റെ പവർ 6 ആണ്. സോ ഇവിടെ ഹയസ്റ്റ് 6 ആണ്. സോ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഈസ് 6. Then the degree of a non-zero constant polynomial is 0. എന്താണ് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ? അത് നമുക്ക് ലേറ്റർ ഈ വീഡിയോയിൽ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞു വയ്ക്കുവാണ്. ഒരു നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്തത് കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കാം. ദ ന്യൂമറിക് പാർട്ട് ഓഫ് ഈച്ച് ടേം ഈസ് ഇറ്റ്സ് കോഎഫിഷ്യൻ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പോളിനോമിയലിന് പല പല ടേംസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ടേമിനും ഒരു കോഎഫിഷ്യൻ്റ് ആണുള്ളത്. അപ്പോൾ ആ ടേമിൽ എക്സ് അല്ലാതുള്ള ന്യൂമറിക് പാർട്ട്, അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇൻ 5x² മൈനസ് എക്സ്, കോഎഫിഷ്യൻ്റ് ഓഫ് x² ഈസ് 5 ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് x ഈസ് -1.
ദെൻ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇൻ പോളിനോമിയൽ 9ax മൈനസ് 7? ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എത്ര ടേം ആണുള്ളത്? 2 ടേം ഉണ്ട്. 9ax ഉണ്ട്, -7 ഉണ്ട്. ഇതിൽ 9ax മാത്രമേ എക്സിൻ്റെ ടേം വരുന്നുള്ളൂ. അതിൽ എക്സ് അല്ലാതെയുള്ള ന്യൂമറിക് പാർട്ട് എന്ന് പറയുന്നത് 9a ആണ്. എ എന്ന് പറയുന്നത് വേറൊരു പാർട്ടാണ്. അപ്പോൾ അത് 9a എന്ന് പറയുന്നതാണ് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. അടുത്തത് നമുക്ക് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആൻഡ് സീറോ പോളിനോമിയൽ, ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പോളിനോമിയലിൻ്റെ എക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ എത്രയാണോ അതാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ഹാസ് ഓൺലി എ കോൺസ്റ്റൻറ്റ് ടേം ആൻഡ് നോ എക്സ് ടേം. അതായത് 0 ആണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിലുള്ള ഏറ്റവും ഹയസ്റ്റ് പവർ 0 ആണ്. ദാറ്റ് മീൻസ് എക്സ് റേസ് ടു 0 ആണ് അതിലുള്ളത്. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. സോ അതിൻ്റെ അർത്ഥം ആ പോളിനോമിയലിൽ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ, എക്സിൻ്റെ ടേം ഇല്ല. സോ അതിനെയാണ് നമ്മളൊരു, അപ്പോൾ ഡിഗ്രി 0 ആയിട്ടുള്ള പോളിനോമിയൽ അങ്ങനെയാണ്. ഇനി ഈ പോളിനോമിയൽ 2 രീതിയിലാവാൻ ചാൻസ് ഉണ്ട്. അത് 2 കേസസ് ആണ്. ഒന്നുകിൽ ഈ കോൺസ്റ്റൻറ്റ് തന്നെ 0 ആയി പോവും, അല്ലെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് നോൺ 0 ആവും. അപ്പോൾ കോൺസ്റ്റൻറ്റ് 0 ആണെങ്കിൽ അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല, എക്സിൻ്റെ ടേമും ഇല്ല, കോൺസ്റ്റൻറ്റ് 0 ആണ്. ആ കേസിൽ അപ്പോൾ പോളിനോമിയൽ എങ്ങനെയായിരിക്കും വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അത്രയേ ഉള്ളൂ പോളിനോമിയൽ. അങ്ങനെയുള്ള പോളിനോമിയലെയാണ് നമ്മൾ 0 പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റൻറ്റേ ഉള്ളൂ, എക്സിൻ്റെ ടേം ഇല്ല. ഇനി വേറൊരു കേസ് എന്താ? 0 അല്ല. 0ൻ്റെ കേസ് നമ്മൾ പറഞ്ഞു 0 ആണെങ്കിൽ 0 പോളിനോമിയലാണ്. 0 അല്ലെങ്കിൽ ഇഫ് ദ കോൺസ്റ്റൻറ്റ് ഈസ് നോട്ട് 0 ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0. a0 ഈസ് എനി കോൺസ്റ്റൻറ്റ് ആൻഡ് ദ പോളിനോമിയൽ ഈസ് കോൾഡ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അപ്പോൾ അതായത് ആ പോളിനോമിയലിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -8, അതൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും നമുക്ക് ഒന്നും കൂടി നോക്കാം. ദ ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഈസ് 0. അതായത് നമ്മൾ പറഞ്ഞ പോലെ നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ 0 അല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൽ എക്സിൻ്റെ ടേം ഇല്ല. സോ അതിൻ്റെ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതാണ് ആ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞ കോൺസ്റ്റൻറ്റ് ആൻഡ് 0 പോളിനോമിയൽ എന്ന് പറയുന്നത് 0 ഡിഗ്രി പോളിനോമിയൽസിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. ഇനി നമുക്ക് നമ്പർ ഓഫ് ടേംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നോക്കാം. മോണോമിയൽ, ബൈനോമിയൽ ആൻഡ് ട്രൈനോമിയൽ. എ മോണോമിയൽ ഈസ് എനി പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് വേരിയബിൾസ് ലൈക്ക് 17 or 3xy or -4x². The only rules are the variables should be raised to only positive integer powers. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോളിനോമിയലിൻ്റെ പല ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോണോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയലിന് ഒരു ടേമേ ഉണ്ടാവുള്ളൂ, ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ അതിൽ വേരിയബിളിൻ്റെ പവർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിട്ട് മാത്രമേ പാടുള്ളൂ. സ്ക്വയർ റൂട്ടൊന്നും പാടില്ല, മൈനസും പാടില്ല. എ ബൈനോമിയൽ ഈസ് എ സം ഓഫ് 2 monomials, for example x plus 3 or 55x² minus 33y². അതായത് ഈ ബൈനോമിയൽ എന്ന് പറയുമ്പോൾ ആ പോളിനോമിയലിൽ 2 ടേമാണ് ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി എ ട്രൈനോമിയൽ ഈസ് എ സം ഓഫ് 3 monomial. അപ്പോൾ ട്രൈനോമിയൽ എന്ന് പറയുമ്പോൾ ആ പോളിനോമിയലിൽ 3 ടേമാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് മോണോമിയലും ബൈനോമിയൽ, ട്രൈനോമിയൽ. ഇനി നമുക്ക് ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽസ് എന്താണെന്ന് നോക്കാം. ഈ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പോളിനോമിയലിൻ്റെ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ ലീനിയർ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ഇഫ് ദ പോളിനോമിയൽ ഫംഗ്ഷൻ ഹാസ് ഡിഗ്രി 1 then it is of the form f of x equal to ax plus b and is called a linear polynomial. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലുള്ള ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10x plus 5
ഒക്കെ നമുക്ക് പറയാം അത് ഒരു ലീനിയർ പോളിനോമിയലാണ്. അതിൽ എക്സ് സ്ക്വയറെന്നോ എക്സ് ക്യൂബെന്നോ ഉള്ള ടേംസ് ഒന്നും വരില്ല. എക്സിൻ്റെ ടേം വരെ വരുള്ളൂ. സോ അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. അതാണ് ലീനിയർ പോളിനോമിയൽ. അടുത്തത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ഇഫ് ദ പോളിനോമിയൽ ഈസ് ഓഫ് ഡിഗ്രി 2 then it is of the form f of x equal to ax square plus bx plus c and is called a quadratic polynomial. ഇവിടെ നമ്മൾ പറയുന്നു ഡിഗ്രി 2 ആണെങ്കിൽ അതിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതിനെയാണ് നമ്മൾ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ വരാവുന്ന മാക്സിമം എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ എക്സ് ക്യൂബോ എക്സ് റേസ് ടു 4ഓ എക്സ് റേസ് ടു 5ഓ ഒന്നും വരില്ല. ഉണ്ടെങ്കിൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ല. എ ക്യൂബിക് പോളിനോമിയൽ ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3. A univariate cubic polynomial has the form f of x equal to a3x cube plus a2x square plus a1x plus a0. ഇവിടെ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 3 ആണെങ്കിലാണ് അതിന് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ടേം വായിച്ചു, യൂണിവേരിയേറ്റ് ക്യൂബിക് പോളിനോമിയൽ. അതായത് വേറൊന്നുമല്ല മീൻ ചെയ്യുന്നത്, ഒരു വേരിയബിൾ മാത്രമുള്ള പോളിനോമിയൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ ഫോർമാറ്റാണ് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a3x ക്യൂബ് പ്ലസ് a2x സ്ക്വയർ പ്ലസ് a1x പ്ലസ് a0. സോ അപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ അതിൽ മാക്സിമം എക്സിന് വരുന്ന പവർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽസ് ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സോ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ പോളിനോമിയലിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിനെ സിമ്പിളൈസ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ്, പി ഓഫ് എക്സ്, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ദെൻ ടേം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അതിൽ അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ ഇടയിൽ വരുന്ന ഓപ്പറേറ്റേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഇൻഡിവിജ്വൽ എലമെൻസിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഒരു പോളിനോമിയൽ ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു പോളിനോമിയലിൽ അതിൻ്റെ വേരിയബിളിനുള്ള ഹയസ്റ്റ് പവറാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു ഈച്ച് ടേം എടുക്കുമ്പോൾ അതിലുള്ള ന്യൂമറിക് പാർട്ടിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. കോൺസ്റ്റൻ്റ് ആൻഡ് സീറോ പോളിനോമിയൽ എന്താണെന്ന് പറഞ്ഞു. അത് 0 ഡിഗ്രി പോളിനോമിയലിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്. 0 ഡിഗ്രി പോളിനോമിയലിൽ എക്സിൻ്റെ ടേം ഉണ്ടാവില്ല, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവുള്ളൂ. ആ കോൺസ്റ്റൻ്റ് 0 ആണെങ്കിൽ അത് 0 പോളിനോമിയൽ, കോൺസ്റ്റൻ്റ് 0 അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് പോളിനോമിയൽ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേംസിൻ്റെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. മോണോമിയൽ എന്ന് പറയുമ്പോൾ 17, 3xy, -4x സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ജസ്റ്റ് ഒരു ടേം മാത്രമുള്ള പോളിനോമിയലാണ് മോണോമിയൽ. ബൈനോമിയൽ എന്ന് പറയുമ്പോൾ 2 ടേം വരും, എക്സ് പ്ലസ് 3, 55, x സ്ക്വയർ മൈനസ് 33, y സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള 2 ടേം വരുന്ന 2 മോണോമിയൽ ചേരുമ്പോഴാണ് ഒരു ബൈനോമിയൽ ആകുന്നത്. ട്രൈനോമിയൽ എന്ന് പറയുമ്പോൾ 3 ബൈനോമിയൽ ചേരുമ്പോഴാണ് ഒരു ട്രൈനോമിയൽ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് പറയുന്നത് ഒരു ട്രൈനോമിയൽ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽ എന്താണെന്ന് പറഞ്ഞു. അത് പോളിനോമിയലിൻ്റെ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതാണ് ലീനിയർ പോളിനോമിയൽ, ഡിഗ്രി 2 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക്, ഡിഗ്രി 3 ആണെങ്കിൽ അത് ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.